നഗരസഭയിലെ കഴിവുകെട്ട ഭരണകൂടം ദേ ഈ കാഴ്ച കാണണം. പൊങ്കാലയോടനുബന്ധിച്ച് 5 നാൾക്ക് ശേഷം നഗരം ഒറിജിനലായി ശുചീകരിക്കാൻ ഒടുവിൽ CPM തന്നെ ഇറങ്ങേണ്ടി വന്നു. വെറുതെ ശുചീകരിക്കുകയല്ല ചെയ്തത്. ആ ദൃശ്യം നോക്കിയേ. പൊങ്കാല വേസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന ചപ്പ് ചവറുകൾ ചേർന്നതാണ്. അതിനെ എങ്ങനെയാണ് അവർ ഇന്നലെ ശുചീകരണത്തിന്റെ ഭാഗമായി ചെയ്ത പ്രവർത്തനമെന്ന് യാതൊരു ബോധവുമില്ലാത്ത ഭരണസമിതി ഒന്ന് കാണണം. ദേ നോക്കി, ചപ്പുചവറുകൾ കൂട്ടിയതിനു ശേഷം അതിൽ നിന്ന് പ്ലാസ്റ്റിക് തരംതിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കിയുള്ള ചപ്പുചവറുകൾ കത്തിച്ച് തീർക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യേണ്ടതിന് ആദ്യം പ്ലാസ്റ്റിക് തരംതിരിക്കണം. ചെയ്തിട്ടുണ്ടോ നോക്കിയേ. ഷവർ വാരാനാണ് വിളിച്ചത്, മനസ്സിലായത്. ഇനി അനക്കൊണ്ട് ബിരിയാണി വാങ്ങിക്കുള്ള പരിപാടി ജയിക്കും. സോറി, കഥ അങ്ങനെ പോകുള്ളൂ. കൈ കൊണ്ട് വാരും. കണ്ടല്ലോ, അത് മാറ്റി നഗരസഭയിലേക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന പോയിന്റുകളെ ഏൽപ്പിച്ചു. പിന്നീട് ബാക്കി വന്ന ചപ്പുചവറുകൾ അവ കത്തിച്ച് കളഞ്ഞതിന് ശേഷമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. എന്നാൽ ആറ്റുകാൽ പൊങ്കാലയിൽ നഗരസഭ ചെയ്തിരിക്കുന്ന മാലിന്യ സംസ്കരണത്തിന്റെ ആ ദൃശ്യം കൂടി നിങ്ങൾ കാണുമ്പോഴാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈഞ്ചക്കലിലെ KSRTCയുടെ തുറന്ന പ്രദേശത്ത് കൊണ്ടു കളഞ്ഞ ആ മാലിന്യം നിങ്ങൾ നോക്കൂ. എന്തെങ്കിലും തരം തിരിച്ചിട്ടുണ്ടോ? ഇത് ഇതേപടി അവിടെ തന്നെ കിടക്കാൻ പോവുകയാണ്. അടുത്ത മഴക്കാലം വരുമ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന പ്രദേശക്കാരുടെ വീടുകളിലേക്ക് ഇത് ഒഴുകി എത്താൻ പോവുകയാണ്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നു, പരിസര മലിനീകരണം ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവയിൽ വെള്ളം കെട്ടിനിന്ന് ജലജന്യ രോഗങ്ങളും കൊതുക് ഉൾപ്പെടെയുള്ളവ വീണ്ടും പെറ്റുപെരുകാനുള്ള അവസരമുണ്ടാക്കുകയാണ്. എന്താ വികസനമല്ലേ? ആ ദൃശ്യം കൂടി ഒന്ന് കണ്ടേ. എല്ലാം മൂടിയിരിക്കും കേട്ടോ. കണ്ടല്ലോ, 2 തരം ശുചീകരണമാണ്. ഒന്ന്, ഒരു പ്രായോഗിക ബുദ്ധിയുമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത, ഓരോ വിഷയത്തിൽ എങ്ങനെയാണ് അതിനെ കൃത്യമായി പരിപാലിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് 10 പൈസയുടെ ബോധമില്ലാത്തവർ ഏതെങ്കിലും കസേരയിൽ എത്തിയാലുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഇന്നലകളിൽ നിങ്ങൾക്ക് പലതും ശീലമായപ്പോൾ പുതുമ തോന്നിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പുതുമ കിട്ടുന്നില്ലേ? എന്തൊരു പുതുമയാണ്! വരും കാലങ്ങളിൽ നഗരവാസികൾക്ക് തന്നെ
പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള പുതുമകൾ അവർ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വ്യാജ പ്രലോഭനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കുന്ന കാര്യങ്ങളെ കുറ്റം പറഞ്ഞ് നടന്നതിന് ശേഷം ഞങ്ങളിതാ ഇവിടെ മറിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, നിങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ ഭരണം കൊണ്ട് ഉണ്ടാകുമ്പോഴാണ് നിങ്ങളെ അത് ബാധിച്ചു തുടങ്ങുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ മുന്നിലേക്ക് എല്ലില്ലാത്ത നാവുമായി പച്ച കള്ളങ്ങൾ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ കണ്ണടച്ച് വിശ്വസിച്ചാൽ എന്ത് അവസ്ഥ വരും എന്നതിൻ്റെ 2 ഉദാഹരണങ്ങളാണ് നിങ്ങൾ കണ്ടത്.